ഇന്ന് നമ്മൾ ഒരു ആശുപത്രി കഥയാണ് കേട്ടോ. നമുക്ക് ഇന്ന് ആശുപത്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്, കണ്ട എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇനായക്കൊരു വയറുവേദന വൈകുന്നേരം ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോൾ. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കാനേ പറ്റുള്ളൂ. ആ സമയമാകുമ്പോൾ മാത്രം വിളിക്കാറാകുമ്പോൾ നമ്മൾ ചെല്ലുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവർ അവിടെയൊന്നും ഇരിക്കാനുള്ള ക്ഷമയൊന്നും അവർക്കില്ല. അപ്പോൾ നേരത്തെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്ന്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, വയറുവേദനയോ അല്ലെങ്കിൽ വജൈനൽ ഏരിയയിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യാൻ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് നമ്മൾ അടുത്തുള്ള ഒരു ലാബിൽ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഡോക്ടർ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് പറയും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടറിന് പറയുമ്പോൾ നമ്മൾ ആശുപത്രിയിലായിരിക്കുമല്ലോ. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അതിന് അവർക്ക് ആ ഒരു ക്രൗഡൊക്കെ കണ്ടിട്ട് അതിനൊരു ഇതുണ്ടാകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ആ റൂമും നമ്മുടെ ബാത്റൂമൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ധാരാളം അണുക്കൾ കൂടുതലുള്ളതാണ്. കൂടുതൽ അണുക്കൾ കുട്ടികളുടെ മൂത്രത്തിനുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിലും നല്ലത് നമ്മൾ ബെറ്റർ വീട്ടിൽ വെച്ച് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ ആ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ഞങ്ങളങ്ങനെ കാണാൻ പോയി. യൂറിനറി ഇൻഫെക്ഷനൊന്നും ഇല്ല. അത് വയറുവേദന എന്തെങ്കിലും ദഹനക്കേടിൻ്റെയൊക്കെ ആയിരിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നാലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുക, അത് ഒരു ശീലമാണ് ഈ കറങ്ങൽ. അപ്പോൾ ആശുപത്രിയിലാണെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലാം കൂടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെതറി നടക്കുകയാണ്. അച്ഛൻ മെഡിസിൻ വാങ്ങാൻ പോയിട്ടുണ്ട്. കണ്ട, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങളതൊരു വീണിടം മിഷൻ ലോഗാക്കി എടുക്കും. കണ്ടോ, അതേ ചേച്ചി അനിയത്തിക്ക് പൂവൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹുക്ക് വിട്ട് പോയിട്ട് ചേച്ചി അനിയത്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഒരു ചെയറൊക്കെ കണ്ടു. ആ ചെയറിൽ കുത്തിയിരുന്നത് ഡോക്ടർ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ട്, അവിടെ ഏതോ വേസ്റ്റ് വേണ്ടാതെ ഇട്ടിരുന്ന ചെയറാണ്. ആ ചെയറിൽ കയറിയാണ് ഇപ്പോൾ രണ്ടുപേരും കൂടി, ഒരാൾ ഡോക്ടറും ഒരാൾ രോഗിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണല്ലേ. കമൻറ്റ്.